ഏയ് പെരുന്നാളല്ലേ, നമുക്ക് സിമ്പിൾ തലശ്ശേരി ദം ബിരിയാണി വെച്ചാലോ? ആയോ? ഞാൻ അതിന് വേണ്ടി കൈമാരിയാണ് എടുത്തിരിക്കുന്നത്. 1.5 കിലോ അരിക്ക് 1.5 കിലോ ബീഫ് തന്നെയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. നല്ല മീഡിയം ഒരു 6-7 സവാള എടുത്തിട്ടുണ്ട്, സ്ലൈസ് ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ഞാൻ മിക്സിയിൽ അരച്ചു എടുത്തിട്ടുണ്ട്. 2 തക്കാളി സ്ലൈസ് ചെയ്തു. അതിന് ഒരു അരമുറി തക്കാളി നമുക്ക് ചോറിന് യൂസ് ചെയ്യാം, ബാക്കി 1.5 നമുക്ക് ഇറച്ചിക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ മല്ലിയില, പുതിനയില. ഇത് നമ്മൾ ഇറച്ചി സെപ്പറേറ്റ് വേവിക്കുന്നതല്ല, എല്ലാം കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട് വേവിക്കണം. അതിന് വേണ്ടിയിട്ട് സവാള, തക്കാളി, ഈ പുതിനയില, മല്ലിയില, കുറച്ച് തൈര്, ഒരു നാരങ്ങ സ്ക്വീസ് ചെയ്ത് ഇതെല്ലാം ചേർത്ത് മിക്സ് ചെയ്യുന്നത്. ഇറച്ചി അടിപൊളി ഇറച്ചിയാണ്, ഈ ബിരിയാണി വയ്ക്കാൻ പറ്റിയ ഇറച്ചി അതിന്റെ കൂടെ ഇട്ടതിന് ശേഷം അടുത്തത് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് 6 kg എടുത്ത്. ഇത് തന്നെ മുളക് പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, കറി മസാല, ഏലക്ക, ഗ്രാമ്പൂ, പിന്നെ മറ്റേ സ്പൈഡർ പോലെ ഇരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ഇവയെല്ലാം മിക്സ് ചെയ്തിട്ട് ഞാൻ കുക്കറിലിട്ട് ഒരു 5 വിസിൽ ഞാൻ കേൾപ്പിച്ചിട്ടുണ്ട്. ആ സമയത്ത് തന്നെ നെയ്യിൽ അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, പിന്നെ അതുപോലെ തന്നെ സവാളയെ വഴറ്റിയെടുത്തിട്ടുണ്ട്. അടുത്ത ചോറ് വയ്ക്കുകയാണ്. ചോറ് വയ്ക്കാനായിട്ട് സവാളയും കുറച്ച് സ്പൈസസ് കൂടെ ഇട്ടിട്ട് അതിൽ അരി ഇട്ടിട്ട് പിന്നെ വെള്ളമൊഴിച്ച് നല്ലതുപോലെ വറ്റിച്ചെടുത്തിട്ടുണ്ട്. വെന്ത ബീഫിലേക്ക് റെഡിയായി വന്ന ചോറ് മുകളിലേക്ക് ഇട്ട് കൊടുത്തു, പകുതിയോളം ഇട്ട് കൊടുത്തു. അതിനുശേഷം അതിന്റെ മുകളിൽ നമുക്ക് ഗാർണിഷ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി ഒഴിക്കാം. പിന്നെ കുറച്ച് നെയ്യും ഒഴിച്ചിട്ട് രണ്ടാമത്തെ സെറ്റും വെച്ച് അതിലിടാം. പിന്നെ പപ്പടം പൊരിക്കുന്നുണ്ട്, അതിനോടൊപ്പം ചിക്കൻ ഫ്രൈ ഉണ്ട്. ചിക്കൻ ഫ്രൈയിലൊക്കെ റെസിപ്പി എൻ്റെ യൂട്യൂബ് ചാനലിലുണ്ട് കേട്ടോ. പിന്നെ ഒരു സലാഡ് ഉണ്ടാക്കുന്നുണ്ട്. മിനിറ്റ് കഴിഞ്ഞിട്ട് ഈ ദം പൊട്ടിച്ചപ്പോൾ ഒരു മണം വന്നിട്ടുണ്ടായിരുന്നു, ഒരു രക്ഷയില്ല. നല്ല വെന്ത് സൂപ്പറായിട്ട് വന്നിട്ടുള്ള ബീഫ് ബിരിയാണിയാണ്. കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു ഒന്ന് കഴിക്കാനായിട്ട്, അവരൊക്കെ നല്ല അഭിപ്രായം പറയാം. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, ബൈ.